നിനക്കറിയാലോ, ഇതെൻ്റെ കയ്യിലൊട്ട് നിൽക്കണില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരേ സമയം ചെയ്തിരുന്ന ആളാണല്ലോ. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒന്നിനും പറ്റണില്ല. എനിക്ക് ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്ത് ചെയ്യുമ്പോഴും എനിക്കൊരു തൃപ്തി വരുന്നില്ല. എടാ, എനിക്ക് നിൻ്റെ വിഷമം മനസ്സിലാവും. അതായത് പ്രഗ്നൻസി പീരീഡിൽ ഹോർമോൺ ഇംബാലൻസ് കാരണമാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പയ്യെ പയ്യെ ഫോഴ്സ്ഫുള്ളി ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു 3 കാര്യം എൻ്റെ അടുത്ത് പറയാമോ? ഞാൻ ഗാർഡനിങ് ചെയ്യാറുണ്ട്. വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ചിത്രം വരയ്ക്കാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ എനിക്കിഷ്ടമാണ്. ഇത് മതി. നമുക്ക് ഫസ്റ്റ് ആ ഒരു റുട്ടീനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ 3 ടാസ്കുകൾ മതി. നമുക്കിത് ഓരോരോ ദിവസം ഈവനിങ് ടൈം ചൂസ് ചെയ്താലോ? ഈവനിങ് ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഒരു ആഫ്റ്റർ 6 ഞാൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 to 8 എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും ഓരോ ടാസ്ക് എന്നുള്ള രീതിയിൽ ഞാൻ തരാം. ഒരു ദിവസം വരയ്ക്കാൻ, ഒരു ദിവസം ഗാർഡനിങ് ചെയ്യാൻ, ഒരു ദിവസം ഡാൻസ് കളിക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ പയ്യെ 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 ആ റുട്ടീനിലേക്ക് കയറി വന്നോളൂ. പിന്നെ നമുക്ക് ടാസ്കുകൾ കൂട്ടാം. അങ്ങനെ 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 നമുക്ക് ആ രീതിയിൽ ബാലൻസ് ചെയ്ത് ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പ്രഗ്നൻ്റ് ലേഡീസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഈ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഒരു രീതിയിലും വറീഡ് ആവേണ്ട.